ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. സുഖം എന്ന് പറയുമ്പോൾ അതിലൊരു ഇന്നൊക്കെ തൊട്ട് ഒരാഴ്ച മുമ്പേ ഒരു ബുദ്ധിമുട്ടായി. ഒരു 5 കുട്ടികൾ മരിച്ചില്ലേ. അത് കഴിഞ്ഞ് ഇന്നലെ അതൊന്ന് ശരിയായി നമ്മളെ മനസ്സിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇന്നലെ വീണ്ടും എന്തായി, അതിലും വലിയൊരു 4 പെൺകുട്ടികൾ ഒരേ മരണം. അതിലെല്ലാം വളരെ വിഷമമുണ്ട്. ഇപ്പം നമുക്ക് സുഖമെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എല്ലാവരെയും അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന മക്കളും മറ്റുള്ള കോളേജിൽ പോകുന്നതും എല്ലാവരും നമ്മളെ മക്കളല്ലേ. ഈ 5 കുട്ടികൾ മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കര വിഷമേനു. എന്താ പറയുക, അപ്പോൾ ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ പിറപ്പുകളോ ആ വീട്ടുകാരതോ എന്താ ഒരു പ്രയാസമായിരിക്കും. ഓലെ മനസ്സിനുള്ള ക്ഷമ കൊടുക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ കാണുമ്പോൾ ഒക്കെ തന്നെ നമുക്കൊരു എന്താ പറയുക, അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്നലെ അതുപോലെ ഞാൻ പറഞ്ഞില്ല, 5 കുട്ടികളെ ആലപ്പുഴയല്ല, ആലപ്പുഴയിൽ നിന്ന് 5 കുട്ടികളെ കഴിഞ്ഞിപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇന്നലെ വീണ്ടും പിന്നെയും സംഭവിച്ച് ഒരു ദുഃഖമരണ വാർത്ത. അതും 4 ചെറിയ പെൺകുട്ടികൾ, 4 ഒരേപോലെ വളർന്ന് ഒരേപോലെ പഠിച്ച് ഒരേപോലെ കളിച്ച് വളർന്ന 4 കുട്ടികൾ, 4 പെൺകുട്ടികൾ, നല്ല സുന്ദരി കുട്ടികൾ. അവർ പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരാൾ മരിക്കുന്ന, ആയിഷ എന്ന് പറഞ്ഞ ഒരു കുട്ടി മരിക്കുന്ന ഉമ്മാൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ്. ഉമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മോളെ പല്ലിന് കമ്പിയിട്ടിട്ട് അത് പറയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ഒന്നും കൂടി വിവരം പറയാൻ വേണ്ടി പോകാൻ വേണ്ടി മോളെയും കാത്ത് നിൽക്കുക പരീക്ഷ കഴിഞ്ഞിട്ട്. ആ ഉമ്മാൻ്റെ മുമ്പിൽ നിന്നാണ് ഈ മോള് മരിക്കുന്നത്. അത് ഈ പ്രാവശ്യം എന്തോ ഒരു കോളേജിലോ സ്കൂളായിട്ട് എന്തോ ഒരു പരിപാടിക്ക് മണവാട്ടിയാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ ഒരുക്കത്തിലാണ് അത് നിൽക്കുന്നത്. ആ മണവാട്ടിയാകാൻ വേണ്ടിയിട്ടുള്ളൊരു മോളെ ആഗ്രഹം. എന്തോ അള്ളാഹ് അതിനൊന്നും ആയുസ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാം, ഒലിക്ക് അത്രയായിരിക്കും അള്ളാഹ് ദുനിയാവിൽ ആയുസ് ഉണ്ടാവും. അവരെ വെള്ളവും ഭക്ഷണമൊക്കെ ഇന്നലെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സിമൻറ്റ് ലോറിയാണ് അവരെ മേത്തേക്ക് ഇടിച്ച് കയറിയത്. 2 3 അപ്പം തന്നെ മരിച്ചിക്ക്. ഒന്ന് എടുത്തിട്ട് കുറച്ച് കൊണ്ടുപോകുമ്പോൾ മരിച്ച്, ഒന്ന് മരണത്തോട് മല്ലടിക്കുന്നതാണ് കേട്ടത്. ഇതെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടും കേട്ടിട്ടും മനസ്സാകെ മരവിച്ചിട്ട് റബ്ബേ, ഞാൻ പറയാ എന്തായിരിക്കും ആ ഉമ്മാൻ്റെ കണ്ണ് മുമ്പിൽ നിന്ന് കാണുന്ന ഉമ്മാൻ്റെ ഒരവസ്ഥ. ഉമ്മ എന്നെ വിളിച്ച് പറയാ പോലെ ആരോടോ, എൻ്റെ മോളുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ ലോറിൻ്റെ അടിയിൽ പെട്ട് കിടക്കുന്നുണ്ട് എന്ന്. അയ്യുമ്മാക്ക് എന്തോ ഒരു ശക്തി അള്ളാഹ് കൊടുത്തതാണ്. അതുപോലെ എല്ലാവർക്കും റബ്ബേ ഇനി ക്ഷമ കൊടുക്ക്. നമ്മളെ മക്കളാണ്, പോകുന്നുണ്ട് വരുന്നുണ്ട്, എപ്പോൾ വരും എപ്പോൾ കാണുമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ മക്കളെയും അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹിൻ്റെ കാവലുണ്ടാകട്ടെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ. ഇനിയിപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന മക്കളുണ്ട് എന്നാണ്, ഒരിക്കലും അള്ളാഹ് പെട്ടെന്ന് ഷിഫ കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. പിന്നെ നമ്മളിപ്പോൾ നമുക്കൊന്നും സന്തോഷമില്ല, അത് വേറെ കാര്യം. എന്നാലും നമുക്കൊന്ന് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഈ 2 ദിവസം. അത്ര ഒരു ഇന്നലത്തിന് മയ്യത്തടക്കി എന്നാണ് തോന്നുന്നത്. മയ്യത്തടക്കി ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. എല്ലാവരും ദുആ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ചെറിയ മക്കളെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാകുമ്പോൾ 13 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 14 ഉണ്ടാവും. 5ാം ക്ലാസ്സിൽ 5 വയസ്സിൽ ചേർത്തിയെങ്കിൽ 13 ഉണ്ടാവും, അതല്ലെങ്കിൽ 14 ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ മക്കളാണ് ആ ഉമ്മാനെ ഉപ്പാനെ കുടുംബത്തിനെയും വിട്ട് പിരിഞ്ഞ് പോയി. ഈ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടപ്പിറപ്പുകളോ മറ്റുള്ള എല്ലാ ബന്ധുമിത്രാദികളും സങ്കടം എത്ര ഉണ്ടാവും. നമ്മളിത് കണ്ടിട്ട് നമുക്ക് ഇത്ര സങ്കടം ഉണ്ടാകുമ്പോൾ റബ്ബേ ഇനി എനിക്ക് ക്ഷമ കൊടുക്കുന്നേ ഞാൻ പറയുന്നുള്ളൂ. റബ്ബേ അതിലേക്ക് ഇനി ക്ഷമ കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ദുരന്തം അങ്ങനെ ഒരാൾക്കും വരാതിരിക്കട്ടെ തമ്പുരാനെ. എല്ലാവരെയും ദുരിതത്തുനിന്നും ദുഃഖത്തുനിന്നും ഇങ്ങനത്തെയുള്ള മനപ്രയാസമുള്ള അടുത്തുനിന്നും എല്ലാത്തിനും റബ്ബേ ഇനി കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഭയങ്കര ഒരു വിഷമായി പോയി. എന്തൊരു സുന്ദരി മക്കളാണ്, കാണാൻ പറ്റൂലേ അല്ലാഹ്. എങ്കിലും റബ്ബേ ഇനി അയറ്റകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നരകമായിട്ടേക്ക് അറമാക്ക്, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അയറ്റേക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യും.
എല്ലാവരും കാണുന്ന ആരായാലും ഒന്ന് ദുആ ചെയ്യും. മനസ്സുകൊണ്ട് ഒന്ന് നമ്മൾ ദുഃഖം മൗനം പാലിച്ചിട്ട് ഒന്ന് ദുആ ചെയ്യുക. അത്ര എനിക്ക് എന്താ മക്കളെങ്ങനെ കാണുമ്പോൾ അവർ നാലാളും നടന്നോ എന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ തലക്കസാറ്റുള്ള അതും ഒലിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏതോ ഒരു ചാനൽ. അതൊന്നും കാണാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും ഒലിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇനിയൊരു അപകട മരണം ആർക്കും മക്കൾക്ക് ഇല്ലാതിരിക്കട്ടെ. നമുക്കിപ്പം പഠിക്കാനൊന്നും വീട്ടിലിരുത്താൻ പറ്റൂലല്ലോ, എല്ലാവരും പറഞ്ഞേക്കണ്ടേ, എല്ലാവരും കാര്യങ്ങളും നടക്കണ്ടേ. ഇങ്ങനെ കഥ കേട്ട് പോകുന്ന വണ്ടിക്കാരൊന്ന് ശ്രദ്ധിക്കണം, അതിന് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഒരാൾ വന്ന് പറയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലോറി സിമെൻറ്റ് വരുന്നു, അതിൻ്റെ അകത്തുള്ള ലോറിയിൽ മുഴുവൻ സിമെൻറ്റാണുള്ളത്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എന്ന് പടക്കുന്നുണ്ട്. ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്, നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ ഫയർ സർവീസൊക്കെ വന്നിട്ടാണ് എടുക്കാൻ പറ്റുക. അത്രയും ഭാരം ഉണ്ടാവുമല്ലോ, സിമെൻ്റ് വണ്ടിയാണല്ലോ, മറ്റേ എന്താ പറയുക, നമ്മൾ അർജുനൊക്കെ പോയ അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ അവനും അങ്ങനെ പറഞ്ഞ് കണ്ടെടുക്കാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും പഠിച്ചോനെ ഇനി ആ കുടുംബത്തിന് ക്ഷമ കൊടുക്ക്, എല്ലാവിധ ആയിരം ബർക്കത്തും ഞാൻ ആ കുടുംബത്തിന് കൊടുക്ക്. ഒരാളെ ഇനി ഇങ്ങനെ ഒരു കണ്ണീരിലും ബുദ്ധിമുട്ടിലാക്കാതിരിക്കട്ടെ. അള്ളാൻ്റെ കാവലും അള്ളാൻ്റെ ഹൈറും അള്ളാൻ്റെ ബർക്കത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹോസ്പിറ്റലിലുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. നമ്മളെ കുടുംബം എല്ലാവരും നമ്മളെ കുടുംബമല്ലേ, നമ്മളെല്ലാവരും ഒരു എന്താ പറയുക, നമ്മളെ കുടുംബത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിഷമം എത്ര ഉണ്ടാവും. അതുകൊണ്ട് ആർക്കും വരാതിരിക്കട്ടെ, എല്ലാവരെയും അള്ള കാത്തു രക്ഷിക്കട്ടെ, എല്ലാവർക്കും അള്ളാൻ്റെ കാവലുണ്ടാകട്ടെ. ഏതൊരു ദുരന്തത്തൊന്നും സെക്കൻഡ് നേരം കൊണ്ട് അള്ള രക്ഷപ്പെടുത്തട്ടെ. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിട്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ 2 മക്കൾ ഓടി രക്ഷപ്പെട്ടിട്ട് അവർ രക്ഷപ്പെട്ടു. ബാക്കി 4 എണ്ണമാണ് മരിച്ചത്. നമുക്കൊന്നും പെൺകുട്ടികളില്ല, എനിക്ക് 2 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല. അപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു കൗതുകവും പെൺകുട്ടികളെ അടുത്തിരിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനത്തെ മക്കളല്ലേ മരിച്ചിട്ട്. അതിറ്റകളെ നേരിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കട്ടെ, കവർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരും എന്താ ചെയ്യുക, അതിറ്റകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, അതിറ്റകൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക, ക്ഷമ കൊടുക്കട്ടെ. മനസ്സിൽ മറ്റുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ളൊരു ക്ഷമ കൊടുക്കട്ടെ അല്ല. അല്ലാതെ നമ്മളെ മക്കളാണ്, നമുക്ക് വന്ന പെട്ട ദുരന്തത്തൊന്നും മറക്കാനോ ഇനിയിപ്പോൾ മറക്കാനും പറ്റില്ല. അതിൽ നിന്ന് കയറണ്ടിക്കണ്ടേ കുറേ കാലം കഴിയണം. എന്നാലും ഓലിക്ക് തൽക്കാലത്തേക്കല്ല ക്ഷമ കൊടുക്കട്ടെ. ക്ഷമ കൊടുത്തോല് ജീവിക്കട്ടെ മുന്നോട്ട്. ഓലിക്ക് ഉമ്മയും ഉപ്പയൊന്നും തളരാതിരിക്കട്ടെ, കൂടപ്പിറപ്പുകൾ തളരാതിരിക്കട്ടെ. എല്ലാവർക്കും അള്ളാൻ്റെ എന്താ പറയുക മനഃശക്തി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് നിന്നായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല പറയാൻ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് പറ്റുന്നില്ല പറയാൻ. ഇന്നലെ ഇതിലധികമായിരുന്നു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഉണ്ട്, എന്താ ചെയ്യത്, കണ്ടവലൊക്കെ മനുഷ്യത്തുള്ളവരൊക്കെ മരവിച്ച് പോയി, മനസ്സ് നിറയാം, വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാ. എനിക്ക് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടായിട്ടേക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാ. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യൂല, എനിക്ക് വയ്യ. ഇൻഷാ അല്ലാ. ബൈ. അസ്സലാമു അലൈക്കും.